ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ്. മഹാവ്യാഴമാറ്റം സംഭവിക്കുന്നത് 2025 മെയ് മാസം 15-ാം തീയതിയാണ്. ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി മുന്നോട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു വ്യാഴമാറ്റം സംഭവിച്ചത് മൂലം പല രാശിക്കാരെ സംബന്ധിച്ച് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് വരുന്നവരാണ്. അവരെ സംബന്ധിച്ച് 2025 മെയ് മാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി നിങ്ങൾക്കും വലിയൊരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യാനുഭവം, സാമ്പത്തിക നേട്ടങ്ങൾ, ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന ഒരവസ്ഥ അനുഭവത്തിൽ വരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും സ്ഥിരമായിട്ടുള്ളതല്ല, അതൊക്കെ താൽക്കാലികമാണ് എന്നുള്ള ഒരറിവ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരുപാട് പേര് ഫോൺ ചെയ്തും മറ്റും ചോദിച്ച കാര്യമാണ് ഈ ഒരു വ്യാഴമാറ്റത്തെപ്പറ്റി മുൻകൂട്ടി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അത് പലരെയും സംബന്ധിച്ച് മുന്നോട്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നേരത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അതിനനുസരിച്ച് അവരവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് വളരെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഓരോ വർഷവും രാശി മാറുന്ന ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന്. വ്യാഴം ബൃഹസ്പതി, ദേവഗുരു, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനുമാണ്. ഈ വ്യാഴം രാശിയിൽ ആർക്കൊക്കെയാണോ നല്ല ഭാവങ്ങളിൽ ഒരു വർഷക്കാലം സഞ്ചരിക്കുന്നത്, ആ കാലഘട്ടം അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ, ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലവുമായിരിക്കും. അതുകൊണ്ടുകൂടിയാണ് മുന്നോട്ടുള്ള ഈ ഒരു 2025 വ്യാഴമാറ്റത്തെപ്പറ്റി ഇപ്പോൾ മുൻകൂട്ടി ഒരു വീഡിയോ ചെയ്യുന്നതും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത്, ഈ 2025 മെയ് മാസം വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലരും രാശിയിലുള്ള യൂട്യൂബിലൊക്കെ കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം നിങ്ങൾക്കൊരു ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. 2025 മെയ് മാസം മുതൽ വ്യാഴം രാശിക്ക് നല്ല രീതിയിൽ വരുമ്പോൾ ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു 7 രാശിക്കാരെ പറ്റി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട, നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴം ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഏറ്റവും നല്ലൊരു വ്യാഴമാറ്റമാണ് വരാനിരിക്കുന്നത്. വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത്. മിഥുനമെന്ന് പറയുന്നത് ബുധൻ്റെ രാശി കൂടിയാണ്. അപ്പോൾ അവരുടെ സ്വന്തം ജനന ജാതകത്തിൽ കൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലം, നല്ലൊരു വർഷമായിട്ട് 2025 മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണഫലങ്ങൾ, രാജയോഗ തുല്യമായ ഫലങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലം, നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇടവത്തിലാണ് വ്യാഴം നിങ്ങളുടെ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലം. 2025 മെയ് മാസം 15-ാം തീയതി വ്യാഴം മിഥുന രാശിയിലേക്ക് രാശി മാറും. അത് നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനം, കുടുംബസ്ഥാനം, വാക്സ്ഥാനമായിട്ടാണ് വരുന്നത്. ഈ 2ാം ഭാവം എന്ന് പറയുമ്പോൾ അത് മിഥുനം രാശി, നിങ്ങൾക്ക് ബുധൻ്റെ രാശിയായിട്ട് കൂടി വരുന്നു. ബുധൻ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ധനത്തിൻ്റെ അധിപതി കൂടിയാണ്. ധനകാരകനായ ബുധൻ്റെ രാശിയിലേക്കാണ് വ്യാഴം വരുന്നത്. അത് നിങ്ങൾക്ക് ധനസ്ഥാനവുമായിട്ട് വരുന്നു. ഇതാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം യോഗം, ഏറ്റവും അധികം ഭാഗ്യമാണെന്ന് പറയുന്നതിന് പ്രധാന കാരണം. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, മകയിരം, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വർഷം, നല്ലൊരു കാലഘട്ടമായിട്ട് ഈ 2025 മെയ് മാസം മുതലുള്ള ഒരു വർഷം നിങ്ങൾക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ധനകാരകനായ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്കാണ് വ്യാഴമെത്തുന്നത്. അതും നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനമായിട്ട് വരുന്നു. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറി കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. കുടുംബാംഗങ്ങൾക്കിടയിലും സ്വന്തം ബന്ധങ്ങൾക്കിടയിലും നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന കാലമായിട്ട് അത് മാറും. വിവാഹം പോലെയുള്ള മംഗളകാര്യം, അതുപോലെ ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യങ്ങൾ, സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്.
ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും ഒരു ബഹുമാനവും വിലയും ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുമെന്നുള്ളതാണ് പരമമായ സത്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധി, സാമ്പത്തിക നേട്ടം വരണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ച, നന്മകൾ ഒക്കെ വന്നു ചേരുക. അതുപോലെ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിൽ നല്ല ധനവരുമാനം, ലാഭം വന്നു ചേരുന്ന അവസ്ഥ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 2025 മെയ് മാസം മുതൽ വ്യാഴമാറ്റം സംഭവിക്കുന്ന കാലം അനുഭവത്തിൽ വരും. ഇടവം രാശിക്കാരായ പല വ്യക്തികൾക്കും ഈ കാലഘട്ടത്തിൽ സ്വന്തമായൊരു ഭൂമി വാങ്ങുവാനും ഗൃഹം നിർമ്മിക്കുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരുന്ന സമയമാണ്. എല്ലാ തരത്തിലും ഒരുപാട് ഈശ്വര അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം വളരെ മംഗളകരമായിട്ട് നടക്കുന്ന കാലമായിരിക്കും 2025 മെയ് മാസം മുതൽ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ മുതൽ അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ആ ഒരു വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വിവാഹ ബന്ധം വന്നു ചേരുന്ന സമയം. എല്ലാ രീതിയിലും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒന്നാണ്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ തന്നെ പൂർണ്ണ ശുഭഗ്രഹം. 2025 മെയ് മാസം മുതൽ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലെ സൂര്യപ്രകാശം വരുന്ന ഒരു കാലമാണ്. അതായത് ഈശ്വരാനുഗ്രഹം വന്നു ചേരും, എല്ലാവിധ നന്മകളും വന്നു ചേരും. ഇത് ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പ്രായഭേദമന്യേ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് 20 വയസ്സുണ്ടെങ്കിലും 40 വയസ്സ് പ്രായമാണെങ്കിലും 60 വയസ്സിന് മുകളിൽ പ്രായമാണെങ്കിലും ഓരോരുത്തരുടെയും ആ പ്രായത്തിനും ജീവിത രീതിക്കും നിലവാരത്തിനും അനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം, നിങ്ങളുടെ ബിസിനസ്സിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കർമ്മ മേഖലയിലും ഏറ്റവും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമായിരിക്കും. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം നൽകുന്ന തരത്തിലായിരിക്കും. ഏറ്റവും ഗുണഫലം, പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വരുന്ന മഹാവ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025 മെയ് മാസം മുതൽ അങ്ങോട്ട് ആരംഭിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് ജന്മത്തിൽ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്ന സമയം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ബുധനാണ് നിങ്ങളുടെ രാശിയുടെ അധിപൻ. ആ നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ വ്യാഴം വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഏത് പൊസിഷനിലാണ് നിങ്ങളുള്ളതെങ്കിലും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശത്രുതകൾ, എതിർപ്പുകൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു കാലമായിരിക്കും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. ഒരുപാട് കാലങ്ങളായി നിങ്ങളെ സംബന്ധിച്ചൊരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സമയം. അതുപോലെ യൂണിഫോം സർവീസിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു നല്ല സമയം, നല്ല കാലമാണ്. കർമ്മ മേഖലയിൽ ഏറ്റവും നല്ല മാറ്റം, ഏറ്റവും നല്ല ഉയർച്ച നിങ്ങൾക്ക് വ്യാഴം മാറുന്നതോടുകൂടി വന്നു ചേരും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തമായി ബിസിനസ്സൊക്കെ നടത്തിയിരുന്നവർ, അത് ചെറുതോ വലുതോ എന്തുമായിക്കൊള്ളട്ടെ, സ്വന്തമായി ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയവർക്ക് നേരിട്ടിരുന്ന ആ ഒരു തടസ്സങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, പ്രശ്നങ്ങൾ, കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ സ്വന്തം തൊഴിലിൽ, ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ, വളരെയധികം പുരോഗതികൾ, ധനലാഭം വന്നു ചേരുകയും ചെയ്യും.
പലർക്കും പുതിയതായിട്ട് ബിസിനസ് ആരംഭിക്കുവാനുള്ള പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സമയം, ആ തൊഴിൽ കർമ്മമേഖല ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയം, അതുമൂലം നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി, ജീവിതത്തിൽ ഒരു നന്മ വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ വ്യാഴമാറ്റത്തോടെ നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ഫലം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ആരൊക്കെയാണോ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത്, അവരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പൂർണ്ണ പരിഹാരം ലഭിക്കുന്ന സമയവും, പലരുടെയും ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറി ഒത്തൊരുമയോടെ സന്തോഷത്തോടു കൂടിയ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്ന സമയവുമായിരിക്കും. അതുപോലെ രണ്ടാമതൊരു പുനർവിവാഹത്തിന് കുറേ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ പുനർവിവാഹത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പുനർവിവാഹം നടക്കുന്ന സമയവുമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. അതുപോലെ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച്, മകയിരം, തിരുവാതിര, പുണർത നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യനായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ലഭിക്കുക, നല്ലൊരു മംഗല്യഭാഗ്യം, വിവാഹയോഗം വന്നു ചേരുന്ന സമയവുമാണ്. എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. അവനവനെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു രാശിയിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും ഓരോ തരത്തിലായിരിക്കും ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഓരോ തരത്തിലായിരിക്കും അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിതത്തിൽ നല്ലൊരു മാറ്റം, ഒരു ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് നല്ലൊരു പുരോഗതി, ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. എല്ലാ തരത്തിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലും കർമ്മ മേഖലയിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്ന മിഥുനരാശിക്കാരുണ്ടെങ്കിൽ ആ വിദേശ ജോലി ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ജോലി, തൊഴിൽ മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറി കർമ്മ മേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന സമയം. ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഒരുപാട് നല്ല ഗുണാനുഭവങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വ്യാഴം നൽകുന്നത്. നിങ്ങളുടെ രാശിയിലേക്ക് തന്നെയുള്ള ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഒരുപാട് ഐശ്വര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ, നന്മകൾ ജീവിതത്തിൽ നൽകും. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. മിഥുന രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് ആ വ്യാഴദശയാണോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം ശുഭനാണോ, പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി ജാതകവശാലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്ക് 2025 മെയ് മാസം മുതൽ അനുഭവത്തിൽ വരുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണകാലം എന്ന് പറയാവുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. വ്യാഴം നിങ്ങൾക്ക് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ് 2025 മെയ് മാസം മുതൽ ആരംഭിക്കുന്നത്. അതായത് വ്യാഴം 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. ഇനി വ്യാഴം 11ലേക്ക് വരണമെങ്കിൽ 12 വർഷത്തിന് ശേഷമാണ് അത് നടക്കുക. 11ാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട ലാഭ സ്ഥാനമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ 2025 നടക്കുന്ന ശനിമാറ്റമൊക്കെ ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ, ആ ശനി ദോഷത്തെ പോലും മറികടക്കുന്ന തരത്തിൽ വ്യാഴം നിങ്ങൾക്ക് സർവാഭീഷ്ട സ്ഥാനത്ത് നിലനിൽക്കുന്ന സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉന്നതി, ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. വ്യാഴം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അതായത് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം 11 സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആദ്യം ലഭിക്കുക ഈശ്വരാനുഗ്രഹം, ഭാഗ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കുന്ന കാലവും. പൊതുവെ ചിങ്ങം രാശിക്കാരായ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് 2025 മെയ് മാസം വ്യാഴമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള, പ്രവചനാതീതമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്.
പ്രവചനാതീതമെന്ന് പറയാൻ കാരണം ഓരോ മനുഷ്യനെയും സംബന്ധിച്ച മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, ഒരുപാട് പരിശ്രമങ്ങളുണ്ടാകും. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു വിജയം ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയം. ചിങ്ങം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമാണ് ഈ മാറ്റം അനുഭവത്തിൽ വരിക. അതായത് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തി, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ജോലി കർമ്മത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ച, നല്ല മാറ്റങ്ങൾ, അതുമൂലം നല്ല ധനവരവ്, സമ്പാദ്യം വന്നു ചേരുക. സ്വന്തമായി ബിസിനസ് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ധനലാഭം, ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, കുടുംബത്തിൽ സന്തോഷം, സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും സഹോദരങ്ങളുടെ ഇടയിലാണെങ്കിലും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറി ആ ബന്ധമൊക്കെ ദൃഢമാകുന്ന കാലം, ദൃഢമാകുന്ന സമയം. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ കാണും. ചിലർക്ക് സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കുക, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ ജോലിയിൽ ഒരു ഉയർച്ച, പദവി ഉയർച്ച ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി യോഗം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല സമയമാണ് ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോരുത്തർക്കും ലഭിക്കുവാൻ പോകുന്നത്. പൂർവികപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്ത് വകകൾ ലഭിക്കുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വന്നു ചേരും. ആ സ്വത്ത് വകകളിലുണ്ടായിരുന്ന ലഭിക്കാനായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള മംഗളകരമായ വിവാഹം നടക്കുന്ന സമയം. ചിങ്ങം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷവും കൂടിയായിരിക്കും ഇത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആവലാതി, വേവലാതി ഇതൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിലും വിദ്യാഭ്യാസത്തിലെ ഉയർച്ചയും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റവും, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മംഗളകരമായ വിവാഹം നടത്തുവാനുള്ള യോഗവും അവരുടെ വിദേശ ജോലിയും എന്ന് വേണ്ട സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടും വിഷമങ്ങളും മാറി സന്താനങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച, അതുപോലെ അവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ കണ്ട് നിങ്ങളുടെ മനസ്സിന് തന്നെ സന്തോഷം, സമാധാനം ലഭിക്കുന്ന സമയം. പിന്നീട് എടുത്തു പറയേണ്ടത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭനായതുകൊണ്ട്, മൂലത്രികോണഭാവത്തിൻ്റെ അധിപതി കൂടി ആയതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആശുപത്രി വാസങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും വ്യക്തികൾ ചിങ്ങം രാശിയിൽപ്പെട്ടവരിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം വീണ്ടും കിട്ടുന്ന സമയം. ആയുസ്സിന് വരെ ദൈർഘ്യം ലഭിക്കുന്ന സമയം എന്ന് വേണം പറയാൻ. അത്രമേൽ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് സർവാഭിഷ്ട സ്ഥാനമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാലം. ഇത്രയും കാലം സ്വന്തമായിട്ടൊരു ജോലിയോ ബിസിനസ്സോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു ധനവരവോ ഒരു സേവിങ്സ്, ഒരു സമ്പാദ്യമോ ഒന്നും വന്നു കാണില്ല. 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ചിലവായിരിക്കും അനുഭവത്തിൽ വന്നിരുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ചെയ്യുന്ന ജോലിക്കോ ബിസിനസ്സിനോ അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ധനവരവ് ഉണ്ടാവുക, ഒരു സേവിങ്സ് ഉണ്ടാവുക, കയ്യിൽ 10 രൂപ ഒരു സമ്പാദ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കാലവുമായിരിക്കും. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ നല്ല സമയം, നല്ല കാലമാണ്. ഇനി 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം 11ാം ഭാവത്തിലെത്തുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം, ലഭിക്കുന്ന കാലമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചിങ്ങം രാശിക്കാർക്ക് ഈ മാറ്റം അനുഭവത്തിൽ വരും. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് വ്യാഴദശ നടക്കുന്നവരുണ്ടോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം ശുഭനാണോ, ജാതകത്തിൽ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ജാതക പ്രകാരമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം, ജീവിതത്തിൽ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് ചിങ്ങരാശിക്കാർക്ക്. അത് പ്രായഭേദമന്യേ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ രീതിയിലുള്ള ഗുണഫലങ്ങൾ, ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെ, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് 30 വയസ്സോ 40 വയസ്സോ 60 വയസ്സോ പ്രായം ഏതുമായിക്കൊള്ളട്ടെ ആ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ചുള്ള ഉയർച്ച, നന്മകൾ തീർച്ചയായിട്ടും വന്നു ചേരും.
ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈയൊരു വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വ്യാഴമാറ്റം ഏറ്റവും അധികം ഭാഗ്യം നൽകുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ്. ഈ 9ാം ഭാവം നിങ്ങൾക്ക് മിഥുന രാശിയായിട്ടാണ് വരുന്നത്. മിഥുന രാശിയുടെ അധിപൻ ബുധനാണ്. ബുധനെന്ന് പറയുന്ന ഗ്രഹം തന്നെ തുലാം രാശിക്കാർക്ക് ഭാഗ്യാധിപതിയാണ്. അപ്പോൾ ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയിലേക്ക് വ്യാഴം എത്തുന്നു. അത് നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ വ്യാഴം അത്ര ശുഭഫലങ്ങൾ നൽകുന്ന ഗ്രഹമല്ല. പക്ഷേ വ്യാഴം 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലവും അത് മിഥുന രാശിയായിട്ട് ബുധൻ്റെ ഭാഗ്യാധിപതിയുടെ രാശിയായിട്ട് തന്നെ വരുന്നത് കൊണ്ട് തുലാം രാശിക്കാരെ സംബന്ധിച്ച് സർവ്വശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാലമായിരിക്കും നിങ്ങൾക്ക്. പൊതുവെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനൊരു തെളിച്ചം ലഭിക്കുന്ന സമയം. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം ലഭിക്കും. മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം, സ്വസ്ഥത കൈവരുന്ന സമയമാണ്. നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം, ഒരു തെളിച്ചമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മുക്തി ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ഉന്മേഷം ലഭിക്കുന്ന സമയമാണ്. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. അതുപോലെ തന്നെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും അതിനെയൊക്കെ മറികടക്കത്തക്ക തരത്തിലുള്ള ഒരു ധനവരവ്, ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരും. അത് ചെയ്യുന്ന ജോലി, തൊഴിലിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഭാഗ്യാനുഭവത്തിൻ്റെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് അത് വന്നു ചേരുന്നതും. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ബിസിനസ്സിലേക്ക് ഒരുപാട് നഷ്ടങ്ങൾ, കഷ്ടതകൾ, ധന നഷ്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം മൂലം ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്നതോടുകൂടി ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച, നല്ല ധനവരവ്, നല്ല സമ്പാദ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇത്രയും കാലം നേരിട്ടിരുന്ന എതിർപ്പുകൾ നിങ്ങളെ വിട്ടുമാറുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. എതിർപ്പുകൾ എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ബിസിനസ് മേഖലയിലോ നേരിട്ടിരുന്ന എതിർപ്പുകൾ, അനാവശ്യ എതിർപ്പുകൾ, നിങ്ങളെ അനാവശ്യമായിട്ട് എതിർക്കുക, നിങ്ങളെ അനാവശ്യമായിട്ടൊരു ശത്രുത നിങ്ങളുടെ മേൽ വെച്ച് പുലർത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ വിട്ടുമാറും. അത് കുടുംബാംഗങ്ങളുടെ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശത്രുതകളാണെങ്കിൽ പോലും അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. എല്ലാ തരത്തിലും നല്ലൊരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾ കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സമയം. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കേസ്, വഴക്കുകളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു കേസ്, വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തന്നെ അനുകൂലത്തിൽ വരുന്ന ഒരു സമയം, കാലമാണ്. വളരെയധികം ഈശ്വരാനുഗ്രഹം, ഭാഗ്യമാണ് ലഭിക്കുന്നത്. ഈ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അത് അനുഭവത്തിൽ വരും. അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ അനുഭവത്തിൽ വരും, കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവത്തിൽ വരും, ആരോഗ്യ കാര്യങ്ങളിൽ അനുഭവത്തിൽ വരും. എല്ലാ കാര്യങ്ങളിലും വളരെ മംഗളകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഇത്രയും കാലമുണ്ടായിരുന്ന ആ ഒരു ഭാഗ്യക്കേട് നിങ്ങളെ വിട്ടുമാറും. കഴിഞ്ഞ കാലങ്ങളിൽ എത്രമേൽ പരിശ്രമിച്ചിട്ടും ആ ഒരു ഭാഗ്യം നിങ്ങൾക്കില്ലാതിരുന്നത് കൊണ്ടാണ് പലതും കൈവെള്ളയിൽ വരെ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയ അനുഭവം പല തുലാം രാശിക്കാർക്കും ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ച് വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി ഭാഗ്യം ലഭിക്കും. ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു ജോലി, നല്ലൊരു ഉയർച്ച ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. എല്ലാ തരത്തിലുമുള്ള മംഗളകരമായിട്ടുള്ള മാറ്റങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകും.
ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മനസ്സിന് ഒരു സ്വസ്ഥത, സുഖം, സമാധാനം ലഭിക്കുമെന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനസ്സിന് സമാധാനം, സുഖം, സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കഷ്ടതകൾ വിട്ടൊഴിഞ്ഞ് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിനൊരു തെളിച്ചം വരുന്നത്. ആ ഒരു തെളിച്ചം, ആ ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ജ്യോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. എല്ലാ തരത്തിലും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഈ സമയത്തെ തുലാം രാശിയിൽപ്പെട്ട ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ആ വ്യാഴദശയാണോ നടക്കുന്നത്, വ്യാഴം ശുഭനാണോ പാപനാണോ, എന്തെങ്കിലും ജാതകവശാൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. അത്രയും നല്ലൊരു കാലമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ആ ഒരു രാശിമാറ്റം. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് പ്രായഭേദമന്യേ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കും. അതാത് പ്രായത്തിനും കാലത്തിനും അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യാഴമാറ്റം വളരെ ശക്തമായ നല്ല മാറ്റങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ നൽകും എന്നുള്ളത് തീർച്ചയാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഈ വ്യാഴമാറ്റം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാരാണ് ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർ. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന കാലം ധനുരാശിക്കാർക്ക് അത്രമേൽ ഒരു ഗുണഫലങ്ങളും നമുക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. നല്ല ഗുണഫലങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് 7ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ് 2025 മെയ് മാസം മുതൽ ആരംഭിക്കുന്നത്. വ്യാഴം നിങ്ങൾക്ക് രാശിക്ക്, ധനുരാശിയിൽ ജനിച്ചവർക്ക് രാശിയുടെ അധിപനും ധനു ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപതിയുമാണ്. അത്രയും ശുഭനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൻ്റെ 7ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഗുണഫലങ്ങൾ, നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. പ്രധാനമായിട്ടും ധനുരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളെ തന്നെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹങ്ങളുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വിജയത്തിലെത്തുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് 2025 മെയ് മാസം മുതൽ. ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളായിരിക്കും. അതിനുവേണ്ടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ പരിശ്രമിച്ചിട്ട് അതൊന്നും ഫലത്തിൽ ലഭിച്ചു കാണില്ല. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്ന സമയം. ഒരു നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം, സ്വന്തമായിട്ട് നല്ലൊരു ബിസിനസ് ഒക്കെ ആരംഭിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ മാറ്റങ്ങൾ, പുരോഗതികൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരുന്ന സമയം. അതുപോലെ വിദേശ ജോലി ഭാഗ്യത്തിനുള്ള ഏറ്റവും നല്ല കാലം. സ്വന്തമായിട്ടൊരു ഭൂമി വേണം, ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വന്തമായി ഭൂമി, ഗൃഹയോഗം ലഭിക്കുന്ന സമയം. ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാഴം 6ാം ഭാവത്തിൽ മറഞ്ഞിരുന്നത് കൊണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ച് സുഖമെന്ന വാക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല. സുഖമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി നടന്നു പോകുമ്പോഴാണ്. അത് ചെയ്യുന്ന ജോലിയാണെങ്കിലും നല്ല വരുമാനമാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിൽ സ്വസ്ഥത, സുഖമൊക്കെ ലഭിക്കുമ്പോഴും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയൊക്കെ മുന്നോട്ട് പോവുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് മാനസികവുമായും ശാരീരികവുമായൊരു സുഖം, ഒരു തൃപ്തി ലഭിക്കുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അങ്ങനെ സുഖം, സന്തോഷം, സമാധാനം ലഭിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ ഈ വരുന്ന വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കും ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു കാലമാണ് ഈ വ്യാഴമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്നത്.
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു മാറ്റം ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നൊരു സമയമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും അതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. അതിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. 4-ാം ഭാവമായ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ തന്നെ സന്തോഷം, സുഖം ലഭിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറി ആ രീതിയിലുള്ളൊരു സമാധാനം, സന്തോഷം ലഭിക്കുന്ന സമയമാണ്. 4-ാം ഭാവം എന്ന് പറയുന്നത് ഭവനത്തിനെ കുറിക്കുന്ന, വീടിനെ കുറിക്കുന്ന ഭാവവും മാതാവിനെ കുറിക്കുന്ന ഭാവമൊക്കെ ആയതുകൊണ്ട് അവരുടെ മാതാവിനെ സംബന്ധിച്ച് മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായിട്ട് മാറ്റമുണ്ടായി മാതാവിന് നല്ലൊരു ആരോഗ്യം, മാതാവിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. ഒരുപാട് കാലങ്ങളായിട്ട് സ്വന്തമായൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം, അതിനുള്ള കാലമൊക്കെയാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം സുഖസ്ഥാനത്തിൻ്റെ അധിപതി കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങളാണ്. 7-ാം ഭാവം കളത്രഭാവമായതുകൂടി കൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ട് വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സന്തോഷം ലഭിക്കും. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലർക്കും അവസാന നിമിഷം വിവാഹം മുടങ്ങി മാറിപ്പോയ അനുഭവമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് 7-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് കളത്രഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യയോഗം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മംഗല്യം നടക്കുന്ന സമയമാണ്. കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സുഖം, സമാധാനമൊക്കെ ലഭിക്കും. ഏറെക്കാലത്തിന് ശേഷം ധനുരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ വ്യാഴമാറ്റം ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കാരണം വ്യാഴം നിങ്ങളെ തന്നെ കുറിക്കുന്ന ഗ്രഹവും സുഖസ്ഥാനത്തിൻ്റെ അധിപതിയുമായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഫലം ലഭിക്കും. ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് അവരവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ജീവിതത്തിൽ. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ്. തീർച്ചയായിട്ടും നല്ല സുഖാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതുപോലെ പലർക്കും വിദേശ യാത്ര, വിദേശവാസത്തിനുള്ള യോഗം, വിദേശ ജോലി ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരും. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ജാതകപ്രകാരം വ്യാഴദശ നടക്കുന്നവരുണ്ടോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു വ്യാഴമാറ്റം ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകുന്ന തരത്തിലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വ്യാഴമാറ്റം ഏറ്റവും അധികം നേട്ടങ്ങൾ നൽകുന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒരു വ്യാഴമാറ്റമാണ്. വ്യാഴം നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്തേക്കാണ് വരുന്നത്. വ്യാഴമെന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭമാനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം. ആ ഒരു ഗ്രഹം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് പ്രത്യേകിച്ച് ബുധൻ്റെ രാശിയിലേക്കാണ് വരുന്നത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ബുധനെന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി. അതായത് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം, മറഞ്ഞിരിക്കുന്ന നന്മകൾ നൽകുന്ന ഗ്രഹം, സന്താനഭാഗ്യം നൽകുന്ന ഗ്രഹം, ഭൂമി, സ്വത്ത് ഒക്കെ നൽകുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ബുധൻ. ആ ബുധൻ്റെ രാശിയാണ് മിഥുനം. ആ രാശിയിലേക്ക് വ്യാഴം വരുന്നു. അത് നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനമായിട്ട് വരുന്നു എന്നുള്ളതുമാണ് ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 7ര ശനി നടക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ളൊരു വ്യാഴമാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അധികം ഗുണഫലങ്ങൾ അടിത്തറ നൽകുന്ന ഒന്ന്. ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായിട്ട് വന്നു ചേരും. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുന്ന സമയം. പ്രത്യേകിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ധനകാരകനാണ്.
ധനത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ അധിപതി ആയതുകൊണ്ട് ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ടുമാറും. അതായത് കടബാധ്യതകൾ നിങ്ങളെ വിട്ടൊഴിയുന്ന സമയം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്, തൊഴിൽ, നിങ്ങളുടെ കർമ്മ മേഖലയിൽ കൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം, ഉയർച്ച ലഭിക്കും. ആ ജോലിയിലും ബിസിനസ്സിലുമൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വിട്ടുമാറി ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുംഭം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് ലാഭം എന്നൊരു വാക്ക് കേട്ട് കാണാൻ സാധ്യതയില്ല. അതായത് ധനവരുമാന ലാഭം ലഭിച്ചിരിക്കില്ല. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ്, പാഴ്ചിലവുകൾ ധാരാളമായിട്ട് അനുഭവത്തിൽ വന്ന രാശിക്കാരാണ് കുംഭം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടെ, നിങ്ങളുടെ ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന പാഴ്ചിലവുകൾ, ആ ഒരു കടബാധ്യതകൾ, ആ ധനവരവിൻ്റെ കുറവ്, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറി ഒരു ഉയർച്ച, ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഉന്നതി വന്നു ചേരുകയും നിങ്ങളുടെ കൈകളിൽ നിന്ന് പാഴ്ചിലവ് വിട്ടുമാറുന്നതോടുകൂടി പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു സമ്പാദ്യം, ഒരു സേവിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും. അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പല മംഗളകാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന സമയം. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. കുംഭരാശിക്കാരെ സംബന്ധിച്ച് 2025 മെയ് മാസം വ്യാഴമാറ്റം ആരംഭിക്കുമ്പോൾ ആ ഒരു വർഷക്കാലം പലർക്കും സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയമാണ്. അതുപോലെ മറ്റു പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ താമസിക്കുന്ന വീട്, ഭവനം ഒന്ന് പുതുക്കി പണിയാനുള്ള ഭാഗ്യം ലഭിക്കും. ഈ ഒരു ഏഴരശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന വ്യക്തികളും കുംഭം രാശിക്കാരിൽ കുറവല്ല. ഈ ഒരു വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും വന്നു ചേരും. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാലം നിങ്ങൾക്ക് സന്താന ഭാഗ്യം, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു സന്താന ഭാഗ്യം വന്നു ചേരും. അതിനുവേണ്ടി നിങ്ങൾ നടത്തി വന്ന ചികിത്സകൾ, മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിട്ടുമാറി ആ ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് നിങ്ങൾ നടത്തിയിരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണമായി ഫലത്തിൽ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. എല്ലാ തരത്തിലും നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമായിട്ടുള്ള ഒരു മാറ്റം, ഒരു ഗുണഫലങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്ക, ആദി ഒക്കെ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ വിവാഹം മംഗളകരമായിട്ട് നടത്തുവാനുള്ള ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്താനങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച, അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, അനുയോജ്യമായിട്ടുള്ള വിവാഹം മംഗളകരമായിട്ട് വന്നു ചേരുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ പുരോഗതി ഉണ്ടാവുക, അതിലൊക്കെ മാറ്റം, മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിന് പ്രധാന കാരണം വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് വരുന്നു. അതും പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക്. ഈ സമയത്തിന്, ഈ കാലത്തിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം ഏഴരശനി നടക്കുന്ന ഈ ഒരു കാലത്ത് ഇതുപോലൊരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിങ്ങളെ വളരെയധികം സ്വാധീനിക്കും. ജീവിതത്തിൽ ആ ഏഴരശനിയെ മറികടക്കാൻ, ആ ദോഷത്തെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ വ്യാഴമാറ്റം നിങ്ങളെ അനുഗ്രഹിക്കും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ മാറ്റം അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് ജാതകവശാൽ വ്യാഴം ശുഭനാണോ പാപനാണോ, വ്യാഴദശയാണോ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകപ്രകാരമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങളാണ് ഈ വ്യാഴമാറ്റം കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടായ നക്ഷത്ര ജാതകർക്ക് നൽകുന്നത്.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങൾ നൽകുന്ന ഒന്നാണ്. മീനരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളുടെ രാശിയുടെ അധിപനും മീനലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നത്തിൻ്റെ അധിപതിയുമാണ്. പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം. അങ്ങനെയുള്ള വ്യാഴം നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം, നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുന്ന സമയം. 4-ാം ഭാവം കേന്ദ്രസ്ഥാനവും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് സുഖസ്ഥാനവുമാണ്. വ്യാഴം നിങ്ങൾക്ക് അത്രമേൽ ശുഭഫലം നൽകുന്ന ഗ്രഹമായതുകൊണ്ട്, രാശിയുടെ അധിപനായതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം അനുഭവത്തിൽ വരുന്ന കാലമാണ്. 7ാം ശനി നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് 2025 മാർച്ചിൽ 7ാം ശനിയിലെ ജന്മശനിയിലേക്ക് കടക്കും. ആ സമയത്ത് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറ, സൗഭാഗ്യം എന്ന് പറയുന്നത് തന്നെ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് വ്യാഴം അനുഗ്രഹിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിലെത്തും. ജീവിതത്തിൽ സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് കർമ്മസംബന്ധമായിട്ട് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തുന്ന സമയമാണ്. കാരണം വ്യാഴം നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അത് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ കർമ്മത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുന്ന സമയം. സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ജോലിയിലൊക്കെ ഏറ്റവും ഉയർന്ന പദവിയിൽ വളരെ ഉയർച്ചയിലെത്തുക, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം, ഇടമാറ്റം ലഭിക്കുക, ശമ്പള വർധനവ് ലഭിക്കുക, ഒരുപാട് നന്മകൾ ആ കർമ്മ സംബന്ധമായിട്ട് ലഭിക്കുക. ഒരുപാട് കാലങ്ങളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2025 വ്യാഴമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികമുള്ള സമയവും കൂടിയാണ് ഇത്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി ഭാഗ്യം, വിദേശത്തൊക്കെ ഉയർന്ന ഒരു പൊസിഷൻ, ആ ഒരു ജോലിയിലൊക്കെ വിദേശ ജോലിയിലുണ്ടായ തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന സമയം. അതുപോലെ മീനം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണ് സ്വന്തമായ ഒരു തൊഴിൽ സംരംഭങ്ങൾ, ബിസിനസ്സൊക്കെ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ഇത്രയും നാളും ഉണ്ടായിരുന്ന 7ാം ശനി തുടങ്ങിയ സമയം മുതൽ ഒരുപാട് വ്യയം, അനാവശ്യമായ പാഴ്ചെലവുകളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ചിലവ്, അങ്ങനെ ബിസിനസ്സിലൊക്കെ ഒരുപാട് പരാജയങ്ങളും ഒരുപാട് വീഴ്ചകളും സാമ്പത്തികപരമായുള്ള കടബാധ്യതകൾ, പ്രശ്നങ്ങളൊക്കെ വന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ സാമ്പത്തിക പരാധീനതകൾ വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സാമ്പത്തികപരമായ ഉയർച്ച, ഉന്നതിയൊക്കെ അവരവരുടെ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. കർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുമെന്നുള്ളതാണ് ചുരുക്കം. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിച്ചാൽ വളരെ പെട്ടെന്നൊരു ജോലി ലഭിക്കുക, കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുക, കർമ്മത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തി ആ കർമ്മത്തിൽ കൂടെ നല്ല ധനവരുമാനം ലഭിക്കുക. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരവരുടെ യോഗ്യതയ്ക്കും അവരവരുടെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക, ആ പൊസിഷനിൽ നിലനിൽക്കാൻ സാധിക്കുക, അതുമൂലം നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക അടിത്തറ ലഭിക്കുന്ന കാലമായിരിക്കും. ഇതാണ് ബിസിനസ്, നിങ്ങളുടെ ജോലി, കർമ്മ മേഖലയിൽ വ്യാഴം നൽകുന്ന ഏറ്റവും വലിയ ഗുണം. അതുപോലെ മാതാവിനെ കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരിക, മാതാവിന് നിങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാധ്യത വരുന്ന സമയം. സ്വന്തമായിട്ട് ഒരു ഭവനമെന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച്. കാരണം നിങ്ങൾക്ക് വ്യാഴം 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ 4-ാം ഭാവം ഗൃഹത്തിനെ കുറിക്കുന്ന ഭാവം കൂടെ ആയതുകൊണ്ട് പലർക്കും സ്വന്തമായി ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഭൂമി, ഗൃഹമെന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കാലം, സമയമാണ്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ശരീരത്തിന് തന്നെ ഒരു സുഖം ലഭിക്കുന്ന സമയം. എല്ലാ തരത്തിലും മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം ലഭിക്കുന്ന സമയം. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലം കൂടെയാണ്. എല്ലാ തരത്തിലും വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം, സുഖസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലം, മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കുന്ന സമയം. മനസ്സിന് തന്നെ നല്ല സന്തോഷം, സമാധാനം വന്നു ചേരുന്ന സമയമാണ്. വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുഗ്രഹം വന്നാൽ തന്നെ നല്ല വിവാഹ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലും സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന സമയം.
ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുത്രഭാഗ്യം, സന്താന ഭാഗ്യം മീനം രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയവും കൂടിയാണ്. എല്ലാം കൊണ്ടും വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം മീനം രാശിക്കാർക്ക് അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് നിങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ കാര്യം. വ്യാഴം പ്രപഞ്ചത്തിന് തന്നെ ഗുരുവാണ്, മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് രാശിയുടെ അധിപൻ പൂർണ്ണ ശുഭൻ, മീന ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ച് ലഗ്നാധിപനുമാണ് വ്യാഴം. അങ്ങനെയുള്ള വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും അധികം നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് നൽകുന്നത്. ഈ ഒരു സമയത്ത് മീനം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. പ്രായഭേദമന്യേ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നല്ല മാറ്റങ്ങളും ഒക്കെ നൽകും. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഉന്നതി മീനരാശിക്കാർക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം പരിശോധിച്ച്, ജാതകവച്ചാൽ വ്യാഴദശ നടക്കുന്നവരുണ്ടോ, വ്യാഴത്തിൻ്റെ അപഹാരമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജാതകവച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.